ദൈവഭക്തരും നീതിനിഷ്ഠരുമായിരുന്ന അന്ന യുവാക്യം ദമ്പതികൾക്ക് മറിയം എന്ന് വിളിക്കപ്പെടുന്ന ഒരു മകളുണ്ടായിരുന്നു. ജന്മപാപത്തിൻ്റെ മാലിന്യമേശാത്ത വെൺമഞ്ഞിനേക്കാൾ വെണ്മയാർന്ന ആ കന്യകയുടെ അടുത്തേക്ക് ഗബ്രിയേൽ ദേവദൂതൻ കടന്നു ചെന്നു. ദൈവകൃപ നിറഞ്ഞവളെ, നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ദൈവമേ, അങ്ങ് എന്നെ പരീക്ഷിക്കുകയാണോ? കുറച്ച് ദിവസം മുമ്പല്ലേ നസ്രത്തിൽ നിന്ന് വന്ന ചില മരപ്പണിക്കാർ എൻ്റെ മേരിയെക്കുറിച്ച് പലതും പറഞ്ഞു കേട്ടത്? ഇല്ല, ഞാനിതൊന്നും വിശ്വസിക്കില്ല. പക്ഷേ ഇപ്പോൾ ദേവദൂതൻ സ്വപ്നദർശനത്തിൽ പറഞ്ഞത് എന്തൊക്കെയാണ്? മേരിയെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭവതി ആയിരിക്കുന്നത് ദൈവാത്മാവിൽ നിന്നാണ്, ദൈവപുത്രനെയാണ് അവൾ ഉദരത്തിൽ വഹിക്കുന്നത് എന്നൊക്കെ. എന്തായാലും മേരിയെ ഒന്ന് കാണണം. മേരി, ഒത്തിരി നാളായി നിന്നെ ഒന്ന് കാണണമെന്ന് കരുതിയിട്ട്. നിനക്ക് സുഖമാണോ? കഴിഞ്ഞ രാത്രി എനിക്ക് ദൈവദൂതന്റെ ദർശനമുണ്ടായി. നിന്നിലൂടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ദൂതൻ വെളിപ്പെടുത്തിയപ്പോൾ മനസ്സാകെ അസ്വസ്ഥമായി. മേരിയെ കണ്ട് എല്ലാം നേരിട്ടറിയാമെന്ന് കരുതി രാവിലെ ഞാൻ പുറപ്പെട്ടതാണ്. എനിക്കും ദൂതന്റെ ദർശനമുണ്ടായി. അങ്ങയോട് പറഞ്ഞതെല്ലാം എന്നിൽ സംഭവിക്കുമെന്ന് അരുളി ചെയ്താണ് ദൂതൻ പറഞ്ഞത്. മേരി, എന്തൊക്കെയോ നമ്മിലൂടെ നിറവേറപ്പെടണമെന്നാണ് ദൈവഹിതമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കെന്തായാലും ദൈവഹിതത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം, അല്ലേ ജോസഫ്? അതേ മേരി, നീ ധൈര്യമായിരിക്കൂ. ദൈവമറിയാതെ ഒന്നും സംഭവിക്കില്ല. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. മേരി, നീ വല്ലാതെ ക്ഷീണിതയായിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ നമുക്ക് പരിചയമുള്ളവരായി ആരുമില്ല. ഈ രാത്രി തങ്ങാൻ എവിടെയെങ്കിലും ഒരല്പം ഇടം കിട്ടിയിരുന്നെങ്കിൽ ആ സത്രത്തിൽ കൂടി നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എന്താ നിങ്ങൾ ഈ രാത്രി കഴിച്ചുകൂട്ടാൻ ഞങ്ങൾക്കൊരിടം തരുമോ? എൻ്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. അവൾക്ക് പ്രസവ സമയം എടുത്തിരിക്കുന്നു. ക്ഷമിക്കൂ സഹോദര, ഇവിടെ ഒറ്റ മുറി പോലുമില്ല. വരാന്തയിലും വാതിൽപ്പടിയിലുമൊക്കെ ആളുകൾ വിശ്രമിക്കുകയാണ്. ഇനി എൻ്റെ കാര്യത്തിലല്ലാതെ മറ്റൊരിടവും അവശേഷിക്കുന്നില്ല. ദയവായി നിങ്ങൾ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കൂ. ദയവ് ചെയ്ത് ആ കാലിത്തൊഴുത്തിലെങ്കിലും ഞങ്ങൾക്ക് അല്പം ഇടം തരുമോ? തീർച്ചയായും നിങ്ങൾ അവിടെ വിശ്രമിച്ചോളൂ. അവഗണനയുടെ നൊമ്പരം മറന്ന് കാലിത്തൊഴുത്തിൻ്റെ ഇല്ലായ്മയിൽ മറിയം തൻ്റെ അരുമസുതന് ജന്മം നൽകി. അതെ, നൂറ്റാണ്ടുകളുടെ പ്രതീക്ഷയും പ്രവചനങ്ങളുടെ പൂർത്തീകരണവുമായവൻ മഞ്ഞു പെയ്യുന്ന ആ രാവിൽ പുൽക്കൂട്ടിൽ ജന്മം കൊണ്ടിരിക്കുന്നു. ഈ ക്രിസ്മസ് രാവിൽ അഭിനമേയൻ പരിചിതനാകുന്നു. ചരിത്രാതീതൻ ചരിത്രത്തിലിറങ്ങുന്നു. ജഗത്തിൻ്റെ ഉടയവൻ കാലത്തൊഴുത്തിൽ അവതീർണമാകുന്നു. വിണ്ണിലെ താരകങ്ങൾ കണ്ണു ചിമ്മാതെ അത്ഭുത ശിശുവിനെ നോക്കി പുഞ്ചിരി വീഴ്ച.
ഈ മംഗളരാവിലെ ആരവത്തോടെ വരവേറ്റുകൊണ്ട് അമ്പരസീമകളെ മാലാഖമാർ ഗാനാലാപനം ചെയ്തു. ഭൂമിയിൽ സമ്പൽസുള്ളവർക്ക് നന്മയും സമാധാനവും ആശ്വസിച്ചുകൊണ്ട് അവരിതാ ആനന്ദ നൃത്തം ചവിട്ടുന്നു. ദൈവത്തിന് ഭഗത്ത് പുൽക്കൂട്ടിൽ ദിവ്യശിശുവിനെ ആദ്യം തിരിച്ചറിഞ്ഞത് സാധുക്കളായ ആട്ടിടയന്മാരായിരുന്നു. സന്മനസ്സുള്ളവർക്ക് സമാധാനം ആശംസിച്ച മാലാഖമാരിൽ നിന്ന് രക്ഷകരെ കുറിച്ച് കേട്ടറിഞ്ഞപ്പോൾ ഉത്സാഹത്തോടെ അവരിറങ്ങി. നക്ഷത്ര ദിവസത്തിൽ വഴി നടന്ന് അവർ ഉണ്ണി യേശുവിനരികിലെത്തി. അതാ അങ്ങോട്ട് നോക്കൂ, മാലാഖമാർ പറഞ്ഞ നക്ഷത്രമല്ലയാ കാണുന്നത്. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. ആകാശവിധാനത്തിൽ ചലിക്കുന്ന അത്ഭുത നക്ഷത്രം കണ്ടപ്പോൾ അതിനെ പിന്തുടർന്ന് 3 ജ്ഞാനികൾ കിഴക്കു നിന്നും പുറപ്പെട്ടു. ദിവ്യ ശിശുവിൻ്റെ ജനത്തെ ഗ്രഹിച്ച അവരുടെ യാത്ര ബെത്ലഹേമിലെ പുൽക്കൂടിനരികിലേക്ക് അവരെ നയിച്ചു. ഭൂമിയെ സൃഷ്ടിയോട് ഗ്രഹിച്ച മനുഷ്യനെ പ്രകൃതിത്തോളം വലുതാക്കിയ മനുഷ്യാവതാരത്തിന് മുമ്പ് നമ്മൾ സുരക്ഷരായി ആ മക്കൾ മടക്കി. കൈകളിൽ കരുതിയിരുന്ന പൊന്നും വെള്ളിയും സ്വീകരിക്കുകയും ദിവ്യശിശുവിനെ അവർ കാഴ്ചവെച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് തുറവിയുടേതാകട്ടെ. സഹോദരനിലേക്ക് ദൈവത്തിലേക്കുള്ള തുറവി. നാം എല്ലാവരും ദൈവത്തിൻ്റെ പണിപ്പുരയിലെ വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ഉപകരണങ്ങളാണെന്ന സത്യം നമുക്ക് മറക്കാതിരിക്കാം. ഇനി മുതൽ വഴിനെടുത്ത് വിളക്ക് തെളിക്കാൻ, ധൈര്യപ്പെടുത്താൻ, കൂടെ നടക്കാൻ, പങ്കുവയ്ക്കാൻ ദൈവം അങ്ങോട്ട് കൂടെയുണ്ട്. ദൈവപരിപാലനയെ വിശ്വസിക്കാൻ, സമാധാനത്തിന്റെ സന്ദേശവാഹകരാകുവാൻ യേശു നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തിന്റെയും നിർഭയത്തിന്റെയും വിജയത്തിന്റെയും നമുക്ക് നടന്നെടുക്കാം. നമ്മുടെ ഹൃദയമാകുന്ന വിൽക്കൂട്ടിൽ ഉദ്ദേശിച്ചതിന് ഭവനത്തിലേക്ക് പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. ഏവർക്കും സമാധാനവും നന്മയും നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. Oops.